ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സൂപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്, മുരിങ്ങയില സൂപ്പ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങയില സൂപ്പ് തയ്യാറാക്കുന്നത് നോക്കാം. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിന് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിനൊപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിന് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് കൂടെ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവോള ചെറിയ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചി 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം, വെളുത്തുള്ളി 5 ചെറിയ അല്ലി, ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇത് കൂട്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചൂടായ ബട്ടറിലോട്ട് ചേർക്കാം. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കുമ്പോൾ അധികം ബ്രൗൺ നിറമൊന്നും ആകണ്ട, ഇത് കൂട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ഞാനിവിടെ 1.5 കപ്പ് അളവിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ച് 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ അളവിനൊക്കെ നമുക്ക് മുരിങ്ങയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത മുരിങ്ങയിലയും കൂടി ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് മുരിങ്ങയില കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5-6 മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും മുരിങ്ങയിലേക്ക് കുക്കായി അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ആവശ്യത്തിന് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലോറും വെള്ളവും കൂടി ചേർന്ന് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 3/4 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം അധികം കൂട്ടി വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റ് മാറി ഇതൊന്ന് തിക്കായി വരും. ആ ഒരു സമയത്ത് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു മിക്സ് താഴെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണാം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടാക്കണം. അതിനുശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിനാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. എരിവിന് അനുസരിച്ച് നമുക്ക് അത് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് മുരിങ്ങയില സൂപ്പ്. പ്രത്യേകിച്ച് മുരിങ്ങ മരമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സൂപ്പൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സൂപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്